ഭഗവാൻ പരശുരാമസ്വാമിയുടെ ശിഷ്യന്മാർ ആരൊക്കെയായിരുന്നു എന്നറിയോ? സാക്ഷാൽ ഭീഷ്മാചാര്യര്, ദ്രോണാചാര്യര്, കർണൻ, ദ്രോണാചാര്യരുടെ പുത്രൻ അശ്വത്ഥാമാവ്, ഇവരൊക്കെ പരശുരാമസ്വാമിയുടെ ശിഷ്യന്മാരായിരുന്നു. ഇതിൽ ഭരദ്വാജ മഹർഷിയുടെ പുത്രനായിരുന്ന ദ്രോണർക്ക് ഒരു കാലത്ത് വലിയ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നു. ഇദ്ദേഹം വിവാഹം ചെയ്തത് ഹസ്തിനപുരത്തിലെ തന്നെ ആയുധ വിഷയങ്ങളിൽ ആചാര്യനായ കൃപാചാര്യരുടെ സഹോദരി കൃപിയെയാണ്. വിവാഹശേഷവും ദാരിദ്ര്യത്തിന് യാതൊരു കുറവും ഉണ്ടായില്ല. തൻ്റെ പുത്രന് അല്പം പാല് കുടിക്കാൻ മോഹം തോന്നി. പക്ഷെ അത് സാധിപ്പിച്ചു കൊടുക്കാൻ ഒരു പശു പോലും തൻ്റെ കയ്യിലില്ല. മാത്രമല്ല, ദ്രുപദ മഹാരാജാവിൽ നിന്ന് വലിയ അപമാനം നേരിട്ട ദ്രോണാചാര്യർക്ക് എങ്ങനെയും അദ്ദേഹത്തിനോട് പകരം വീട്ടണം എന്ന പ്രതികാരദാഹവും ഉള്ളിലുണ്ട്. ദ്രുപദ മഹാരാജാവിൽ നിന്ന് ദ്രോണർക്ക് എങ്ങനെയാണ് അപമാനം നേരിട്ടത് എന്ന് എൻ്റെ മുൻപുള്ള വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത് കണ്ടാൽ മതി. അങ്ങനെ ഇരിക്കെ ലോകത്ത് എങ്ങനെയെങ്കിലും അറിയപ്പെടുന്ന ഒരാളായി തീരണം എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി ജീവിച്ച ദ്രോണാചാര്യർ ഒരു വാർത്ത കേട്ടു. സാക്ഷാൽ പരശുരാമസ്വാമി 21 വട്ടം ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത് ദുഷ്ടരായ എല്ലാ ക്ഷത്രിയന്മാരെയും നിഗ്രഹിച്ച് അവരുടെ രക്തം കൊണ്ടൊരു വലിയ തടാകം തന്നെ ഉണ്ടാക്കി. ആ തടാകത്തിൻ്റെ പേരാണ് സമന്ത പഞ്ചകം. ഈ ദുഷ്ടരായ ക്ഷത്രിയന്മാരെ മുഴുവൻ നിഗ്രഹിച്ചു കഴിഞ്ഞ് അവരുടെ ഭൂമിയും സ്വത്തുക്കളുമൊക്കെ പിടിച്ചെടുത്ത അദ്ദേഹം അതെല്ലാം ബ്രാഹ്മണർക്കായി കൊണ്ട് ദാനം ചെയ്യുന്നു എന്ന വാർത്ത ദ്രോണാചാര്യർ കേട്ടു, അഥവാ ദ്രോണർ കേട്ടു. അപ്പോൾ ദ്രോണർക്ക് എങ്ങനെയെങ്കിലും പരശുരാമസ്വാമിയെ കാണണമെന്നായി. അങ്ങനെ പരശുരാമസ്വാമി തപസ് ചെയ്യുന്നതായ മഹേന്ദ്രഗിരിയിലേക്ക് ദ്രോണാചാര്യർ ചെന്നു. അദ്ദേഹത്തിന് ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ദാനം തരണം. അപ്പോൾ പരശുരാമസ്വാമി പറഞ്ഞു, അയ്യോ, ഞാൻ എല്ലാ സ്വത്തുക്കളും ഇവിടെ കശ്യപ മഹർഷിക്ക് ദാനം ചെയ്ത് കഴിഞ്ഞുവല്ലോ, ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല തരാൻ, എൻ്റെ ഈ ശരീരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ദ്രോണർക്ക് യാതൊരു സങ്കടം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ദ്രോണർ പറഞ്ഞു, അങ്ങയുടെ കയ്യിൽ ഏറ്റവും വിലമതിക്കാനാവാത്ത വിദ്യ എന്ന അമൂല്യനിധിയില്ലേ, അങ്ങ് എന്നെ ശിഷ്യനായി സ്വീകരിക്കാമോ? എനിക്ക് ആ വിദ്യ ഉപദേശിച്ച് തന്നാൽ മതി, മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടി ദ്രോണരെ ശിഷ്യനായി സ്വീകരിച്ചു പരശുരാമസ്വാമി.